മിനിസ്റ്റർ, കേരള കോൺഗ്രസ് എം വിടുന്ന സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. താങ്കളുടെ FB പോസ്റ്റ് വന്നു, പ്രമോദ് നായരുടെ FB പോസ്റ്റ് വന്നു, തുടരുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ മറ്റും 3 പേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണ് നടക്കുന്നത്? അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രസക്തിയും കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസ് അങ്ങനെ എക്കാലത്തും അഭ്യൂഹങ്ങൾ കിടനൽക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റു പല സ്ഥലത്ത് നിന്ന് ഉദയം ചെയ്യാറുണ്ട്. അതിനൊക്കെ കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ പാടാണ്. ഇതിന്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA-മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെന്താ അഭ്യൂഹം? പക്ഷേ ഈ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളും പ്രമോദ് നാരായണൻ മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ളൂ, തുടരുമെന്ന് പറഞ്ഞുകൊണ്ട്. ആര് പറഞ്ഞു? നിലവിൽ അതാ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞോ? പ്രമോദ് പറഞ്ഞോ? ഏതെങ്കിലും MLA-മാർ പറഞ്ഞോ? അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി എന്തിനാണ് അങ്ങനെ ഞങ്ങൾ ഇതിനെ ചർച്ചയ്ക്ക് എടുക്കുന്നത്? ഇത് ഒരു വിസ്മയം സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത് വല്ലാത്ത കൂത്തല്ലേ സത്യത്തിൽ. അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയ വാർത്തയാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി. ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ്. MLA-മാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചാൽ നിങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ചെയർമാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞുകൂടാ ആരോടെ ചർച്ച നടത്തും. അത് ചർച്ച എന്ത് ചർച്ച? ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ്. ലിസ്റ്റ് നമ്പർ 1. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത്. അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭ്യൂഹം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും? പുറത്തു വരുന്ന കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്തും ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ വന്നിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് 5 പേരോട് ഇരിക്കുകയല്ലായിരുന്നോ? ഇന്നത്തെ ഉപവാസം വരുത്തി ഞങ്ങൾ 5 പേര് ഇരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? പിന്നെ എന്താ ഈ വാർത്തകൾ? മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി ഉണ്ടാകും. അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത്? ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടാവും ചോദിക്കാൻ. അല്ല, അത് ചെയർമാൻ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറയണോ? അതിന് അങ്ങനെ ചോദിക്കുന്നത്. ഗോവിന്ദ മാഷ് ആ ജാഥ പങ്കെടുക്കുകയാണെന്ന് നിങ്ങൾ CPM MLA-മാരോട് ചോദിക്കുമോ? നിലവിലെ സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. വിനയ് വിശ്വൻ ജാഥ പങ്കെടുക്കുകയാണെന്ന് CPM MLA-മാരോട് ചോദിക്കുമോ? അത് തന്നെയല്ലേ സെയിം എഫക്റ്റ് അല്ലേ ഇവിടെയും? ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യം. LDF സർക്കാർ തുടരും. LDF സർക്കാരിൽ LDF-നൊപ്പം കേരള കോൺഗ്രസ് തുടരും തന്നെയല്ലേ അങ്ങയുടെ പോസ്റ്റ് അർത്ഥം? ആരുടെ പോസ്റ്റിന്റെ? അങ്ങയുടെ തുടരുമെന്ന പോസ്റ്റിനകത്തിന്റെ കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്?